ആളുകളും ഈ തത്വങ്ങളൊക്കെ അനുസരിച്ച് പ്രവർത്തിക്കുന്നതായ ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതോടൊപ്പം ഇസ്ലാമിൻ്റെ തനതായ വിശ്വാസം, ആ വിശ്വാസത്തിലും ഇതുപോലെ കൈകടത്തലുകളൊക്കെ നടത്തപ്പെട്ടിട്ടുണ്ട്, പലരും നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരു നിലക്കും അതിന് ശരിയായ ആ വിശ്വാസം സംരക്ഷിക്കപ്പെടേണ്ടതായ ചില മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങളിൽ കൂടി ലഭിക്കപ്പെടുമ്പോഴാണ് അതിനെ സംരക്ഷിക്കപ്പെടേണ്ടത്. അപ്പോൾ ആ മാർഗങ്ങൾ പരിശോധിച്ച് ആ ശരിയായ വഴിയിൽ കൂടി ലഭിക്കപ്പെട്ട വിശ്വാസങ്ങളാണെങ്കിൽ, ആചാരങ്ങളാണെങ്കിൽ, കർമ്മങ്ങളാണെങ്കിൽ ഇതിനെ സംരക്ഷിക്കപ്പെടണം. അതിനെ സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയാണ്. അതിന് സംരക്ഷിക്കാൻ ആവശ്യമാവുന്ന സഹായങ്ങളും നമുക്ക് മറ്റുള്ളവരിൽ നിന്നുണ്ടാവണം. അപ്പം നാളെ ഞാൻ പത്രസമ്മേളനം നടത്തുമ്പോൾ എന്നോട് ചോദിച്ചു, മുസ്ലിങ്ങൾക്ക് സ്വന്തം എന്താവുന്ന ഒരു ഐക്യപ്പെടലുണ്ടായിക്കൂടെ എന്ന്. ഞാൻ പറഞ്ഞു, മുസ്ലിങ്ങൾ സ്വന്തം ഐക്യപ്പെടലല്ല വേണ്ടത്. ഇവിടെ മുസ്ലിങ്ങൾ സ്വന്തം ഐക്യപ്പെട്ടുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ഇവിടെ വേറെ ഉള്ള മറ്റുള്ള ജാതി മതക്കാരെന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഐക്യപ്പെടാൻ കഴിയും. ഇവിടെ നമ്മൾ മനുഷ്യരാണ്, മനുഷ്യരെന്നുള്ള നിലക്ക് നമ്മളെല്ലാവരും എന്താകണം, ഐക്യപ്പെടണം. അതാണ് ഇവിടെ വേണ്ടത്. ഈ രാജ്യത്ത് വേണ്ടത് അതാണ്. മനുഷ്യരെന്നുള്ള നിലക്ക് മാനുഷികമായുള്ളതായ മുസ്ലിങ്ങൾ എന്നുള്ള നിലയ്ക്ക് നമ്മളെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. അത് സംരക്ഷിക്കപ്പെടാൻ നമ്മൾ കൊണ്ട് മാത്രം സാധിക്കൂലത്. അത് സംരക്ഷിക്കപ്പെടാൻ ഈ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യരുടെയും സഹായം നമുക്ക് ആവശ്യമാണ്. അതോടുകൂടെ ഗവൺമെൻറ്റിൻ്റെ സഹായം നമുക്ക് ആവശ്യമാണ്. പ്രതിപക്ഷ കക്ഷികളുടെ സഹായം നമുക്ക് ആവശ്യമാണ്. അങ്ങനെ എല്ലാവരും സഹായിച്ചാലേ നമുക്ക് നമ്മുടേതായ വിശ്വാസങ്ങളും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ആചാരങ്ങളും നമുക്കുള്ളതായ കർമ്മങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടാൻ സാധിക്കുകയുള്ളൂ. ആ നിലക്ക് ഇതിനെ സംരക്ഷിക്കപ്പെടാൻ ആവശ്യമായ നിലക്കുള്ള എല്ലാ സഹകരണങ്ങളും ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുണ്ടാവണം. അതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് അതിന് പ്രത്യേകമാവുന്ന ഒരു രാഷ്ട്രീയമല്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുള്ള അണികൾക്ക് അവർ താല്പര്യപ്പെടുന്ന രാഷ്ട്രീയ കക്ഷികൾ പ്രവർത്തിക്കാം. സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് പ്രത്യേകമാവുന്ന ഒരു രാഷ്ട്രീയം. പക്ഷേ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ കക്ഷികളോടും നമുക്ക് യാതൊരു വിരോധവുമില്ല. ഇവിടെ മന്ത്രി ഇരിക്കുന്നുണ്ട്, മൂപ്പര് ഭരണകക്ഷി LDFൻ്റെ നേതാവാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവർ UDFൻ്റെ നേതാവാണ്. പ്രത്യേകിച്ച് ഞാൻ ആദ്യമായിട്ട് തിരുവഞ്ചൂരിനെ പരിചയപ്പെടുന്നത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഞാൻ കോട്ടുമല ബാബു മുസ്ലിയാർ, ചെറുശ്ശേരി സന്ധി മുസ്ലിയാർ, ഞങ്ങളടക്കമുള്ള ഒരു 5-6 ആളുകൾ ഉമ്മൻചാണ്ടിനെ കാണാൻ വേണ്ടി ചെന്നു. അന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും കാണേണ്ട ഒരാവശ്യമുണ്ടായിരുന്നു, ആഭ്യന്തരമന്ത്രി എന്നുള്ളത്. അപ്പോൾ അന്ന് മൂപ്പര് ഞങ്ങൾ സന്ദർശിച്ചു. അന്നാണ് ആദ്യമായിട്ട് മൂപ്പര് പരിചയപ്പെട്ടു. അത് മൂപ്പർക്ക് ഇപ്പോൾ ഓർമ്മ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അന്ന് മുതൽ ആ ബന്ധം ഇങ്ങനെ കാണുമ്പോഴൊക്കെ എല്ലായിടത്തും ചിരിക്കലും പറയലും ഒക്കെ ഉണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും, പ്രത്യേകിച്ച് പ്രബലമാവുന്ന രാഷ്ട്രീയ കക്ഷികൾ ഭരിക്കുന്നവർ, അതങ്ങനെയല്ലോ. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഭരണം മാറി വരാമല്ലോ. അപ്പോൾ മാറി വരുമ്പോൾ മാറി വരുന്ന ഗവൺമെൻറ്റുകളിലൊക്കെ സഹായങ്ങൾ നമ്മൾക്ക് വേണ്ടി വരും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ കുനിയ സമ്മേളനം നടക്കുമ്പോൾ അവിടെ ചെറിയ പ്രത്യേക ആവശ്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇന്നലെ ഞാൻ അവിടുന്ന് CM-നോട് സംസാരിച്ചു. അതായത് അവിടുന്ന് റിജക്റ്റായ ഒരു ഫയലുണ്ട്, അത് ഇങ്ങോട്ട് ഇനി വരേണ്ടത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ അതിന് വേണ്ടത് നിങ്ങൾ ചെയ്തു തരണം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം രാജ്യം ഭരിക്കുന്ന കക്ഷികൾ ഏതായാലും ആ കക്ഷികളോട് നമുക്ക് ചില അവകാശങ്ങളും ആവശ്യങ്ങളൊക്കെ നേടിയെടുക്കാനുണ്ടാവും. മാത്രമല്ല മുസ്ലിങ്ങളടക്കമുള്ള മതന്യൂനപക്ഷങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ ഇവിടെ സംരക്ഷിക്കപ്പെടണം. മതന്യൂനപക്ഷങ്ങൾ മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളായാലും അവർക്കുള്ള ആവശ്യങ്ങൾ ഇവിടെ സംരക്ഷിക്കപ്പെടണം. ഇവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ യാതൊരു എതിരൊന്നുമില്ല. ഇവിടെ ചില ആളുകൾ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കണം. ചില ആളുകൾ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കണം. കാരണം അതിന് ചില പ്രത്യേക താല്പര്യങ്ങളും അവർക്ക് ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ആ ലക്ഷ്യം അത് സാക്ഷാത്കരിക്കപ്പെടാം, സാക്ഷാത്കരിക്കപ്പെടാതിരിക്കാം. വലിയ വിർണാണ് ഉണ്ടായിത്തീരുന്നത്. ആ വിർണം പിന്നെ നമുക്ക് ഉണക്കാം. അപ്പൊ രാജ്യത്തുള്ള ഈ സമാധാനവും സ്നേഹവും സന്തോഷമൊക്കെ ഇവിടെ നിലനിൽക്കണം. പറഞ്ഞത് തങ്ങളാണ്.
പറഞ്ഞത് സമസ്തയുടെ നായകനാണ്, പറഞ്ഞത് സമസ്തയുടെ അധ്യക്ഷനാണ്, പറഞ്ഞത് ജിഫ്രി തങ്ങളാണ്, പറഞ്ഞത് സയ്യിദുൽ ഉലമയാണ്. എല്ലാവരും കാതു കൂർപ്പിച്ച് കേട്ടോളൂ. എന്താണ് നിലപാട് എന്നുള്ളത് തങ്ങൾ വിവരിച്ചു കഴിഞ്ഞു. ഇത് തന്നെയാണ് സമസ്ത തുടങ്ങിയ അന്ന് മുതലേ ഇങ്ങ് വരെയുള്ള നിലപാട്. ഇത് മാത്രമാണ്. ഇനി ഞങ്ങളെ മാത്രം അംഗീകരിക്കണം എന്ന് പറയുന്നത് അത് സാധ്യമല്ല. സമസ്ത എല്ലാവരെയും അംഗീകരിക്കുന്നുണ്ട്. സമസ്തക്ക് രാഷ്ട്രീയമില്ല. സമസ്ത മുന്നോട്ട് വെക്കുന്നത് രാഷ്ട്രീയങ്ങൾക്ക് അപ്പുറമുള്ള നിലപാടാണ്. ഈ രാജ്യത്ത് ഇപ്പോ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോ എന്താണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്? അത് ഇവിടുത്തെ എല്ലാ ജനപ്രതിനിധികളും അങ്ങനെയല്ലേ സത്യപ്രതിജ്ഞ ചെയ്തത്? ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ ഈ നമ്മുടെ കേരളത്തില് വിവിധ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള അംഗങ്ങള് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. അവരെന്താ സത്യപ്രതിജ്ഞ ചെയ്തത്? അവരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ താല്പര്യം ഇതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന്. അങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്ത ആളുകൾ, മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നവൻ സഖാവാണെന്നോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരനാണെന്നോ UDF-കാരനാണെന്നോ LDF-കാരനാണെന്നോ നോക്കിയിട്ടല്ല. അവിടെ സമസ്തയുടെ ആവശ്യങ്ങൾ, ഈ ഉമ്മത്തിന്റെ ആവശ്യങ്ങൾ, ആ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരെ സമീപിക്കും, ആവശ്യങ്ങൾ അവരെ അറിയിക്കും. അത് നേടിയെടുക്കുവാനുള്ള എല്ലാ ഇടപെടലുകളും സമസ്ത നടത്തും. സമസ്ത എല്ലാവരെയും ചേർത്ത് പിടിക്കും. അത് രാഷ്ട്രീയം നോക്കിയിട്ടല്ല. ഈ രാജ്യം, എസ്പെഷ്യലി നമ്മുടെ കേരളം, ആരാണ് ഭരിക്കുന്നത്? അവരുമായി നല്ല ബന്ധം പുലർത്തേണ്ടതുണ്ട്. കാരണം ഈ ദീനിനെ സംരക്ഷിക്കാൻ ഇവിടുത്തെ അധികാര കേന്ദ്രങ്ങളുടെ സഹായം സമസ്തക്ക് ആവശ്യമുണ്ട്. അതിന് വേണ്ടത് സമസ്ത ചെയ്യും. മാറി നിൽക്കേണ്ടവർക്ക് മാറി നിൽക്കാം. ആരെയും നിർബന്ധിച്ച് വിളിച്ചു കേട്ടാൻ തയ്യാറല്ല എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ. തങ്ങള് പറയേണ്ട കാര്യങ്ങള് തങ്ങള് കേൾപ്പിക്കേണ്ടവരെ കേൾപ്പിച്ചുകൊണ്ടും കാണേണ്ടവരെ കാണിച്ചുകൊണ്ടും തന്നെ പറയുന്നുണ്ട്. ഇനിയും അത് പറയും. ഇനി മറ്റു ചിലതും കൂടി പറയാനുണ്ട്. ഇപ്പൊ തെക്കൻ കേരളത്തിലാണുള്ളത്. വടക്കോട്ടെത്തട്ടെ, പറയേണ്ടത് ഉച്ചത്തിൽ വിളിച്ചു പറയുക തന്നെ ചെയ്യും തങ്ങള്. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, പിതാക്കന്മാരും കാരണവന്മാരും തറവാട്ടിലെ പിതാക്കന്മാരും കാരണവന്മാരുമാണ് തങ്ങളെ കൈപിടിച്ച് നടത്തുന്നത്. അത് മക്കൾക്ക് കാണാൻ കഴിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. മക്കൾക്ക് മക്കളുടെ നേത്രങ്ങൾ കൊണ്ട്, നഗ്ന നേത്രങ്ങൾ കൊണ്ട് അത് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ആ പിതാക്കന്മാര് തന്നെയാണ് തങ്ങളെ കൈപിടിച്ച് നടത്തുന്നത്. മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കാം എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ. ഇനി മക്കൾ കാണാനിട്ടാണോ അല്ലെങ്കിൽ മക്കളുടെ മുന്നിൽ ആരെങ്കിലും കർട്ടൻ ഇടുന്നതാണോ എന്നുള്ള സംശയം വല്ലാതെ എന്റെ മനസ്സിലുണ്ട്. അത് മക്കൾ കാണാഞ്ഞിട്ടല്ല, മക്കളുടെ മുന്നിൽ പലരും കർട്ടൻ ഇടുന്നതാണ് എന്നുള്ള എന്റെ സംശയമല്ല, അതെന്റെ വിശ്വാസമാണ്. പലരും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ചില കർട്ടനുകൾ ഇടുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. അപ്പോ തങ്ങളുടെ ഈ സന്ദേശയാത്ര, ആ സന്ദേശയാത്ര വളരെ വളരെ അതിന്റെ എന്താ പറയേണ്ട ഉച്ചി സ്ഥായിയിൽ നിന്നുകൊണ്ട് തന്നെയാണ് പുരോഗമിക്കുന്നത്. മനസ്സിലായില്ലേ? തെക്കൻ ജില്ലകളില് എസ്പെഷ്യലി ഇന്നലെ കോട്ടയത്തൊക്കെ എത്തുമ്പോ അവിടെയൊക്കെ അതിൻ്റെതായ ആ പരിമിതികളുണ്ട്. കോട്ടയം ജില്ലയില് ഈ തെക്കൻ ജില്ലകളിലൊക്കെ എത്തുമ്പോ സമസ്തക്ക് അതിന്റെ പരിമിതികൾ വല്ലാതെയുണ്ട് അല്ലെ? അങ്ങനത്തെ ഒരു ജില്ലയില്, അങ്ങനത്തെ സ്ഥലങ്ങളില് തങ്ങള് മുന്നിൽ നിൽക്കുമ്പോ അതങ്ങനെ അങ്ങ് പൊളിഞ്ഞു പോവാ മക്കളെ. നിങ്ങൾ എത്രയൊക്കെ അങ്ങ് ശ്രമിച്ചാലും ടെക്നോളജി കൊണ്ടും നിങ്ങൾ നേടിയെടുത്ത, ഞാൻ അറിവുകള് എന്നതിനെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അറിവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ടെക്നോളജി പരമായിട്ട് നിങ്ങളുടെ കയ്യിൽ ആളുകൾ ഉണ്ടാവുമായിരിക്കാം. ഇറക്കിക്കൊണ്ട് സമസ്തയെ തകർക്കാമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ മക്കളെ തെറ്റി. ഞാൻ വിളിക്കുന്നത് മക്കളെ എന്ന, സമസ്തയുടെ മക്കളാവണം നിങ്ങൾ എന്ന് മാത്രമേ പറയാനുള്ളൂ. വീഡിയോകൾ ഇറക്കുന്നവര് ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താ
വീഡിയോകളൊക്കെ ഇറക്കുന്നവര് സ്വയം പരിഹാസ്യരാവുകയാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത് നല്ലതാ. ഇന്നലെ തങ്ങള് പറഞ്ഞ കാര്യങ്ങളിൽ എല്ലാത്തിനുമുള്ള മറുപടി ഉണ്ട്. സമസ്ത ആരുടെ ഒപ്പമാ? സമസ്ത ഒരു രാഷ്ട്രീയക്കാരന്റെയും ഒപ്പമല്ല. എന്നാൽ എല്ലാവരെയും ഉൾക്കൊള്ളുകയും ചെയ്യും. അത് ഈ ദീനിന് വേണ്ടിയിട്ട്, ദീനിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഈ സമുദായത്തിന് വേണ്ടിയിട്ട്, ഈ സമുദായത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാവരെയും ഉൾക്കൊള്ളും. ആരെയും മാറ്റി നിർത്തിക്കൊണ്ടല്ല. കാരണം ഈ രാജ്യത്ത്, നമ്മുടെ രാജ്യത്ത്, ഈ മതേതര രാജ്യത്ത് ഈ ദീനുമായി മുന്നോട്ട് പോകാൻ, അവകാശങ്ങൾ സംരക്ഷിച്ചു പിടിക്കാൻ പലരും വേണം, പലരുടെയും സഹായം വേണം. എസ്പെഷ്യലി ഭരണത്തിലിരിക്കുന്നവർ ആരൊക്കെയാണെങ്കിലും. അപ്പൊ അവരോട് കാര്യങ്ങൾ പറയണം. മുഖം തിരിച്ചു നിന്നിട്ട് കാര്യമില്ല. തങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറയുന്നുണ്ട്. മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കാം, പിന്നിൽ നിന്ന് കുത്തേണ്ടവർക്ക് കുത്താം. ചിലരൊക്കെ അടക്കം പറച്ചിലുകൾ തുടങ്ങിയിട്ടുണ്ടെന്ന് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ചിലരൊക്കെ ഈ കപ്പലിലേക്ക് വന്നു കയറാൻ ആഗ്രഹിക്കുന്നുണ്ട്. മാറി നിന്നവര്, ബഹിഷ്കരിച്ചവര് ഒക്കെ. എന്താണെങ്കിലും ഒന്നേ ഉള്ളു പറയാൻ മക്കളോട് പറയാനുള്ളത്. ഏത് മക്കളാണ്? തറവാട്ടിലെ മക്കളോട് പറയാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ. സയ്യിദുൽ ഉലമ ഈ സന്ദേശയാത്രയുമായി ഇറങ്ങി പുറപ്പെടുമ്പോ, സമസ്തയുടെ നേതൃസ്ഥാനത്തിരുന്ന് ഈ ഉമ്മത്തിനെ നയിക്കുമ്പോ നിങ്ങളെ പിന്നിൽ നിന്ന് കുത്താൻ നോക്കണ്ട. കാരണം നിങ്ങളുടെ പിതാക്കന്മാര്, തറവാട്ടിലെ കാരണവന്മാര്, അവര് തന്നെയാണ് തങ്ങളെ കൈപിടിച്ച് നടത്തുന്നത്. തങ്ങൾ പറയേണ്ടത് അവരടുത്ത് പോയി പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? പലരും പല തലയണ മന്ത്രങ്ങളും നിങ്ങളുടെ കാതുകളിൽ ഓതിത്തരും. തലയണ മന്ത്രങ്ങൾ നിരവധി ഉണ്ടാകും. തലയണ മന്ത്രങ്ങൾ ഓതിത്തരാൻ പലരും ഉണ്ടാകും. മാറി നിന്നോട്ടെ, ഒരു കുഴപ്പവുമില്ല. നിങ്ങൾ ഇല്ലെങ്കിൽ സമസ്ത ഇല്ലെന്ന് മാത്രം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ മാറി നിന്ന സമസ്ത ആവിയായി പോകുമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഈ പ്രസ്ഥാനത്തിന്റെ കൂടെയുള്ളത് ചോരയും നീരും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി കൊടുക്കാൻ ആഗ്രഹിക്കുന്ന പതിനായിരങ്ങളാണ്, ലക്ഷങ്ങളാണ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുന്നത് നല്ലതാ. അത്ര മാത്രമേ പറയാനുള്ളൂ. രഹസ്യ യോഗങ്ങളാവാം. ആ രഹസ്യ യോഗങ്ങൾ പരസ്യമാകുമ്പോ അതിനെ ന്യായീകരിക്കാം നിങ്ങൾക്ക്. എത്രയൊക്കെ നിങ്ങളെ ന്യായീകരിച്ചാലും, നിങ്ങൾ ആരെയൊക്കെ കൂട്ടിയാലും സമസ്തയെ നയിക്കുന്നത് സയ്യിദുൽ ഉലമയുടെ കരങ്ങളാണ്. ആ കരങ്ങളിൽ കറ പുരണ്ടിട്ടില്ല, ആ മടിയിൽ കനമില്ല എന്ന് തറപ്പിച്ച് പറയാൻ കഴിയും. അതുകൊണ്ടാണ് ഈ സമുദായത്തിന്റെ നേതൃത്വം ആ കരങ്ങളിലേക്ക് വന്നു ചേർന്നത് പോലും ആ കരങ്ങളിൽ കറ പുരളാത്തത് കൊണ്ടാണ്, മടിയിൽ കനമില്ലാത്തത് കൊണ്ടാണ്. ആ മടിയിൽ കരമുണ്ടായിരുന്നെങ്കിൽ, ആ കരങ്ങളിൽ കറ പുരണ്ടിരുന്നുവെങ്കിൽ ഈ സമുദായത്തിന്റെ നേതൃത്വം സയ്യിദുൽ ഉലമയിൽ എത്തില്ലായിരുന്നു. അത് പുരളില്ല. ആ കറ ആ തങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ല. കാരണം എന്താ? തങ്ങളെ നിയന്ത്രിക്കുന്ന ചില എന്താ പറയേണ്ട ശക്തികളുണ്ട്. ആ ശക്തികളെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ആ ശക്തികൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ വരക്കൽ മഖാമിൽ കടക്കുന്ന സമുന്നതരായ നേതാക്കളുണ്ട്. വാഴക്കാട്ടെ കണ്ണിയത്ത് ഉസ്താദുണ്ട്. കൊടപ്പനക്കല്ല് പാണക്കാട്ടെ മക്ബറയിലുള്ള PMS പൂക്കോയ തങ്ങളുണ്ട്. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുണ്ട്. സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളുണ്ട്. ആറ്റപ്പൂ സയ്യിദ് ഹൈദർ അലി തങ്ങളുണ്ട്. നിങ്ങളൊരു കാര്യം ആലോചിക്കണം. സമസ്ത 100ാം വാർഷികം എന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെടുമ്പോ അതിന്റെ പ്രഖ്യാപനം നടത്തിയത് ഇന്ന് പാണക്കാട്ടെ മക്ബറയിൽ കിടക്കുന്ന ആറ്റപ്പൂ സയ്യിദ് ഹൈദർ അലി തങ്ങളാണ്. ആ ഹൈദർ അലി തങ്ങളുടെ മകൻ തന്റെ പിതാവ് നടത്തിയ ആ പ്രഖ്യാപനം ഏറ്റുപിടിച്ചുകൊണ്ട് സമസ്തക്കൊപ്പം നടക്കുന്നുണ്ട്. മക്കള് തിരിച്ചറിഞ്ഞോളൂ, ബഹിഷ്കരിച്ചോളൂ. എത്രമാത്രം ബഹിഷ്കരിച്ചാലും തകർക്കാൻ കഴിയില്ലെന്ന് കാലം നിങ്ങളുടെ മുന്നിൽ തെളിയിച്ചു തരും. ഇതൊരു വികാരമാണ്. വൈകാരിക നിമിഷങ്ങളിലൂടെയാ ഓരോ സമസ്തക്കാരനും കടന്നു പോകുന്നത്. 5 നേരം അള്ളാന്റെ മുമ്പില് തല കുണിക്കുമ്പോ
ഈ ഉമ്മത്ത്, ഈ പ്രസ്ഥാനത്തിന്റെ പടയാളികള് 5 നേരം പറയുന്നുണ്ട്, പടച്ച തമ്പുരാനെ ഹിമ്മത്ത് നൽകണേ ഞങ്ങളുടെ സയ്യിദിന്, ഞങ്ങളുടെ സയ്യിദുൽ ഉലമക്ക് ഹിമ്മത്ത് നൽകണേ, സഹായിക്കണേ എന്ന് പറയുന്നുണ്ട്. ആ പ്രാർത്ഥനകൾ തട്ടിക്കളയില്ല പടച്ച തമ്പുരാൻ എന്നുള്ള വിശ്വാസമുണ്ട്. അതുകൊണ്ട് മാറി നിന്നവരും ബഹിഷ്കരിക്കുന്നവരും ആ ഒരു മനസ്സിന്റെ ഉള്ളിലുള്ള ആ ഒരു ചെറിയ കണികയുണ്ടല്ലോ, ആ കണിക എന്തിന്റെ കണികയെന്ന് ഞാൻ പല വാക്കുകളും ഉപയോഗിക്കാതിരിക്കുന്നതാണ്. ആ എന്തിന്റെ കണികയെന്ന് ഞാൻ പറയുന്നില്ല. ആ ഒരു കണികയുണ്ടല്ലോ, അതിനെ എടുത്ത് പുറത്ത് കളഞ്ഞിട്ട് ഈ കപ്പലിൽ കയറാൻ തയ്യാറായിക്കോളൂ. സമയം വൈകിയിട്ടില്ല. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെയൊക്കെ മുന്നിലേക്ക് സയ്യിദുൽ ഉലമ നടന്നു വരും. അന്ന് ആ നടത്തത്തിൽ കൈപിടിക്കാൻ, കൂടെ നിൽക്കാൻ, പിന്നിൽ നിൽക്കാൻ ഒരുങ്ങിക്കോളൂ, തയ്യാറായിക്കോളൂ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഞാൻ ഇത്രയും ദിവസം സമസ്തക്ക് വേണ്ടി, തങ്ങൾ ഉപ്പാപ്പയ്ക്ക് വേണ്ടി, ഈ ദീനിന് വേണ്ടി, സയ്യിദുൽ ഉലമയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ വേണ്ടി പറഞ്ഞ ഒരു വാക്കിലും ഒരാളുടെ പേരോ അല്ലെങ്കിൽ മോശമായ ഒരു വാക്കോ വിമർശനങ്ങൾ പോലും ഞാൻ അത് പൂർത്തിയാക്കി പറഞ്ഞിട്ടില്ല, ആരുടെയും പേര് പറഞ്ഞിട്ടില്ല. കാരണം അവരും എന്റെ ഉമറാക്കളാണ്, എന്റെ നേതാക്കളാണ് എന്ന് വിശ്വസിക്കുന്നതാ. ഒരു സമസ്തക്കാരനാണ്, ഒരു ലീഗുകാരനാണ്. സമസ്തയാണോ ലീഗാണോ എന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ലാതെ ഏത് ഉറക്കത്തിലും ഏത് പാതിരാത്രിയിലും തട്ടി ഉണർത്തി വിളിച്ചിട്ട് ചോദിക്കും, നിങ്ങള് സമസ്തയാണോ ലീഗാണോ എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, സമസ്ത സമസ്ത സമസ്ത. 1, 2, 3 സമസ്ത മാത്രം. അപ്പോ നിങ്ങൾ കാണിക്കുന്ന പല പേക്കൂത്തുകളും വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ പടച്ചു വിടുന്ന ഏകൾ എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. തങ്ങളതൊന്നും കാണില്ല, തങ്ങളതൊന്നും മൈൻഡ് ചെയ്യാനും പോകുന്നില്ല. പക്ഷേ എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. കാരണം ഇത്രയും ദിവസം പറഞ്ഞിട്ട് ഒരു വാക്ക് പോലും, ഒരു പേര് പോലും ഞാൻ ഉപയോഗിക്കാതിരുന്നത് അതെനിക്ക് അറിയാഞ്ഞിട്ടുകൊണ്ടോ അല്ലെങ്കിൽ പറയാൻ അറിയാഞ്ഞിട്ടുകൊണ്ടോ നാവ് പൊന്താത്തത് കൊണ്ടാണെന്ന് ആരും കരുതണ്ട. അറിഞ്ഞിട്ട് തന്നെയാ. വിളിച്ചു പറയാൻ നാവിന് ഇപ്പോഴും ശേഷിയുണ്ട്. പക്ഷെ പറയാതിരിക്കുന്നത് ബഹുമാനം ഒന്നുകൊണ്ട് മാത്രമാ, അതവുകേടാകുമെന്ന് കരുതിയിട്ടാ. പക്ഷേ വിനയത്തോടെ അപേക്ഷിക്കുകയാണ്, ഉപദേശമല്ല, ഉപദേശിക്കാൻ ആളല്ല, വിനയത്തോടു കൂടി അപേക്ഷിക്കുകയാ. മാറി നിന്നവര് ഈ കപ്പലിലേക്ക് കയറാൻ ഒരുങ്ങി നിന്നോളൂ എന്ന് മാത്രമേ പറയാനുള്ളൂ. അത് മാത്രമേ പറയുള്ളൂ. പടച്ച തമ്പുരാന്റെ മുന്നില് ബാക്കിയുള്ളതൊക്കെ പറയുന്നുണ്ട്. അത് ഞാൻ മാത്രമല്ല ഈ ഉമ്മത്ത് ഒന്നടങ്കം പറയുന്നുണ്ട്. പടച്ചവനെ, സയ്യിദുൽ ഉലമയുടെ കരങ്ങൾക്ക് നീ ഹിമ്മത്ത് നൽകണേ എന്ന്. കാരണം തങ്ങളുപ്പാപ്പ നിന്നൊരു നിപ്പുണ്ട്, ആ വരക്കൽ മക്കാമിൽ പോയി നിന്ന നിപ്പ്. കണ്ണിയത്ത് ഉസ്താദിന്റെ അടുത്ത് വാഴക്കാട് പോയി നിന്ന് നിപ്പുണ്ട്. പാണക്കാട്ട മക്ബറയിലെ PMS പൂക്കോയ തങ്ങള്, മുഹമ്മദ് അലി തങ്ങള്, ഹൈദർ അലി തങ്ങള്, ഉമർ അലി തങ്ങള് അവരുടെ ചാരത്ത് വന്ന് നിന്നത് ഒരു നിപ്പുണ്ട്. ആ കാഴ്ച, ആ ചിത്രം മനസ്സിൽ നിന്ന് അങ്ങോട്ട് മായുന്നില്ല. ബഹിഷ്കരിക്കാൻ നിൽക്കുന്നവരെ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. തങ്ങളെ മനസ്സ് വേദനിപ്പിച്ചിട്ട് നിങ്ങളെ വല്ലതും നേടാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ മക്കളെ കാലം നിങ്ങൾക്ക് മറുപടി പറയും എന്ന് മാത്രമേ പറയാനുള്ളൂ. കാലം നിങ്ങൾക്ക് മറുപടി പറയും, ഒരു സംശയവും ഇതിൽ വേണ്ട. അതുകൊണ്ട് തങ്ങൾ ഇന്നലെ എന്താണ് സമസ്തയുടെ രാഷ്ട്രീയം, എന്താണ് സമസ്തയുടെ നിലപാട്, എന്താണ് സമസ്ത മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടുകളെന്ന് ഇന്നലെ മന്ത്രിയെയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും വേദിയിലിരുത്തിയിട്ട് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറം തങ്ങൾ പറയാതെ പറയുന്ന പലതുമുണ്ട്. തങ്ങളുടെ വാക്കുകൾ സസൂക്ഷ്മം നിങ്ങൾക്ക് വീക്ഷിക്കാം. നിരീക്ഷകന്മാർ ഒരുപാടുണ്ടല്ലോ. തങ്ങൾ പറയുന്നതില് തങ്ങൾ പറഞ്ഞതിന്റെ പൊരുളെന്താണെന്ന് മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലാകുന്നുണ്ട്. അത് പലരും തടഞ്ഞു നിർത്തുന്നുണ്ടെങ്കിൽ
ഒരാവർത്തി കൂടി പറയുകയാണ്, ഇത് ദീനാണ്, ഇത് രാഷ്ട്രീയമല്ല. സമസ്തയാണ് ദീന്, സമസ്ത പറയും ദീന്, രാഷ്ട്രീയക്കാര് പറയണ്ട. പിന്നെ തറവാട്ടിലെ ആളുകളോട് പറയാനുള്ളത്, നിങ്ങളുടെ മുന്നിൽ എത്തേണ്ട പലരും എത്തിക്കുന്നില്ല, പലരും തലതിനെയും തടഞ്ഞു നിർത്തുന്നുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ എന്ന് മാത്രമേ പറയാനുള്ളൂ.